ഇപ്പോൾ ഈ ഗെയിമിംഗ് അഡിക്ഷൻസും അതുപോലെ തന്നെ ആഹ്, എന്തെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യാനുള്ള ടെൻഡൻസിയൊക്കെ കുട്ടികളിൽ വളരെ കൂടുതലാണല്ലോ. അപ്പോൾ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ എന്താണ് ആസ് പാരൻസ് നമുക്ക് ചെയ്യാൻ പറ്റുക? ബിക്കോസ് ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി നമുക്ക് അവരുടെ ലോകം അറിയാൻ പോലും പറ്റുന്നില്ല. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ചില സമയത്ത് അവിടെ എന്താണ് ഫ്രൂട്ട്സ് ഗ്രോ ചെയ്യാണ്. ചില സമയത്ത് പറയും എന്തോ ബിൽഡ് ചെയ്യാണ്. വി ആർ ബിൽഡിംഗ് ഹോംസ്, മൈൻഡ് ക്രാഫ്റ്റ് ആണ് എന്നൊക്കെ. അങ്ങനെയാണ് നമുക്ക് ബേസിക്കലി ഇതിൽ ആഹ്, എന്താണ് അവർക്ക് ഇതിന്ന് എന്താ ഇതിൽ ഒരു എക്സൈറ്റ്മെൻ്റ് എന്ന് പോലും നമുക്ക് പാരൻസിന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പിന്നെ എങ്ങനെയാണപ്പോൾ ഇത് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ ഈ കുട്ടികൾ ഒഴിഞ്ഞിരുന്ന് കളിക്കുന്ന കാണാം. കളിക്കുമ്പോൾ അവരെ കുറച്ച് നേരം ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ മതി. അവർ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് അഗ്രസീവ് ആയിട്ടുള്ള ഗെയിമുകളായിരിക്കും. അടിയടാ ഇടിയടാ വോയിസും കൂടെ അതിലുണ്ടാവും. അപ്പുറത്തുനിന്നുള്ള ഹെഡ്സെറ്റ് വെച്ചില്ലെങ്കിൽ നമുക്കത് കേൾക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവർ അങ്ങോട്ട് പറയുന്നത് മാത്രം നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അടി ഇടി വെടി ഇതന്നെ ആയിരിക്കും അധികം ഉണ്ടാവുക. അപ്പോൾ അഗ്രഷൻ ഉണ്ടാക്കുന്ന ഗെയിമുകളാണ് അവർ കാണുന്നത്. അവർക്ക് ഓൾറെഡി കോർട്ടിസോൾ ആണെന്ന് നമ്മൾ പറഞ്ഞു, ഉറക്കം കുറവായതുകൊണ്ടും അതല്ലെങ്കിൽ സൺ എക്സ്പോഷർ ഇല്ലാത്തതുകൊണ്ടൊക്കെ ഇങ്ങനെയുള്ള കുട്ടികൾ കളിക്കുന്ന സാധനങ്ങളും ഇങ്ങനെയാണ്. അവർ കളിക്കുന്ന ആളുകളോ അവരുടെ ഏജിലുള്ളതായിരിക്കില്ല. അതായത് ഓപ്പോസിറ്റുള്ള ആൾ മീൻസ് ഓൺലൈനിലായിരിക്കും ഇവരുടെ അടുത്ത് കളിക്കുന്നുണ്ടാവുക. ഇവരുടെ ലാംഗ്വേജ് ഒക്കെ ഡെവലപ്പ് ആവും. അങ്ങനെ ഒരു കാര്യമുണ്ട്. ചില കുട്ടികൾ ഹിന്ദി പറയുന്നത് കേൾക്കാം, ചില ഇംഗ്ലീഷ് പറയുന്നത് കേൾക്കാം, കൊറിയൻ വരെ പഠിക്കുന്ന കുട്ടികൾ. സ്ട്രേഞ്ചേഴ്സ് അത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിരിക്കില്ല. ഓരോ സെയിം ഏജിലുള്ള ആളുകളായിരിക്കില്ല, പല ഏജിലുള്ള ആളുകളായിരിക്കാം. അപ്പോൾ അവരിൽ നിന്ന് പലതും ഇവർ പഠിക്കും. ഇവർക്ക് വിർച്വൽ സോഷ്യലൈസേഷനാണ് സംഭവിക്കുന്നത്. ഇവർക്ക് നോർമൽ സോഷ്യലൈസേഷൻ സംഭവിക്കണമെങ്കിൽ ഇവരെ പിയർ ഗ്രൂപ്പ് പുറത്തിറങ്ങി കളിക്കണം. അതവർക്കില്ല. അവർക്ക് സോഷ്യലൈസേഷൻ സംഭവിക്കുന്നത് ഈ ഗെയിമിലൂടെയും ഈ ഓൺലൈനിലൂടെയാണ്. അപ്പോൾ വിർച്വൽ സോഷ്യലൈസേഷനാണ് അവർക്ക് സംഭവിക്കുന്നത്. അപ്പോൾ അവരെ ബിഹേവിയർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവർ പറയുന്ന വാക്കുകളും വേർഡുകളൊക്കെ അങ്ങനെ ആയിരിക്കും. അതിന് പോസിറ്റീവ് ഗുണങ്ങളുണ്ട്. ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത്, അങ്ങനെ പല ടെക്നിക്കൽ കാര്യങ്ങൾ ഇവർ പഠിക്കും. അതെങ്ങനെ ക്രാക്ക് ചെയ്യുക, ഇതെങ്ങനെ ക്രാക്ക് ചെയ്യുക, ഇതെങ്ങനെ ഹാക്ക് ചെയ്യുക. ഈവൻ നിങ്ങൾ ഒരു പാരൻസിന് കുട്ടികളെ കൺട്രോൾ ചെയ്യാനുള്ള ഫാമിലി ലിങ്ക് പോലുള്ള വ്യൂകളൊക്കെ കൊടുക്കുന്ന ആപ്ലിക്കേഷനുകളുണ്ട്. ഈ ആപ്ലിക്കേഷനുകൾ എങ്ങനെ ഹാക്ക് ചെയ്യാമെന്ന് ഇവരോടൊക്കെ ചോദിച്ച് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങളെ കുട്ടിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇട്ടിട്ടുണ്ടാവും. അവൻ എത്ര കാണുന്നുണ്ട്, എനിക്ക് എൻ്റെ ഫോണിൽ നിന്ന് കാണാം. അതെങ്ങനെ ക്രാക്ക് ചെയ്യാം, എങ്ങനെ പാച്ച് ചെയ്യാമെന്ന് അവരുടെ അടുത്ത് പഠിച്ചിട്ടുണ്ടാവും. ടെക്നിക്കൽ നോളജാണ്. ടെക്നിക്കൽ നോളജുകൾ അവർ ബേസിക്കലി നമ്മൾ വളരെ അലേർട്ടായിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഇതിൽ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിക്കുക, അവർ ഒബ്സർവ് ചെയ്യുക എന്നുള്ള കളിച്ചോട്ടെ, ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ഭയങ്കരമായിട്ട്. ഇവരെ ഡിവൈസ് ഒന്നും ഒരിക്കലും പ്രൈവറ്റ് ആയിട്ട് കൊടുക്കരുത്. മീൻസ് രാത്രി റൂമിൽ ഇത്ര സമയത്തിന് ശേഷം അവർ റൂമിൽ വെക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കരുത്. മീൻസ് തുറന്ന സ്ഥലത്ത് മാത്രമേ അവർക്ക് കമ്പ്യൂട്ടർ പോലുള്ളവ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെവിടെയാണുള്ള അവിടെ നിന്ന് മാത്രം കളിക്കാനയക്കുക. ഡോർ അടച്ചിരുന്ന് കളിക്കാതിരിക്കാനയക്കുക. കാരണം വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അശ്ലീല കണ്ടൻറ്റിലേക്കുള്ള ലീഡ് എപ്പോഴും ഈ ഗെയിമുകളിൽ വരും. ഗെയിമുകളിൽ പോപ്പപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് പോൺ സൈറ്റിലേക്കുള്ളതായിരിക്കും, അശ്ലീല കണ്ടൻറ്റുകളിലേക്കുള്ളതായിരിക്കാം. അപ്പോൾ 12 വയസ്സാവാത്ത കുട്ടിയാണെങ്കിൽ ആ കുട്ടിയാണ് ചെറുതാണ്. ആ കുട്ടി അത് കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിയിൽ ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അത് സെക്ഷൽ ഡീവിയേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് സെക്ഷൽ പോൺ സൈറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ അശ്ലീല കണ്ടൻറ്റുകളിൽ നിന്ന് ഉണ്ടാകുന്ന എക്സ്പോഷർ ഉണ്ടല്ലോ, അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതല്ലെങ്കിൽ രണ്ടാലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അത് പ്രശ്നമാണ്. നേരെ വെച്ച് 12 വയസ്സിന് മുകളിലുള്ള കുട്ടിയാണെങ്കിൽ അവന് ഹോർമോൺ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അവന് ക്യൂരിയോസിറ്റി ആവും. ആ ക്യൂരിയോസിറ്റിൻ്റെ പുറത്ത് അവൻ അതിലേക്ക് പോവാം. മനസ്സിലാവുന്നുണ്ടോ? അതല്ലെങ്കിൽ ഫ്രണ്ട്സ് എക്സ്പോഷർ, ഫ്രണ്ട്സ് ചിലപ്പം റെക്കമെൻഡ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ലിങ്ക് അയച്ചു കൊടുത്തിട്ടൊക്കെ അങ്ങനെ കയറും. ഇതല്ലാതെ സ്ട്രേഞ്ചേഴ്സ് അയച്ചു കൊടുക്കുന്നൊരവസ്ഥയുണ്ട്. അത് വലിയ അപകടമാണ്. അത് ഗ്രൂമിങ്ങിൻ്റെ സ്റ്റേജ് ആയിരിക്കാം. അതെ. അങ്ങനെയാണ് കുട്ടികൾ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി പോകുന്നതും. അതല്ലെങ്കിൽ അവർ കൺട്രോൾ ചെയ്യും കുട്ടികളെ പല കാര്യങ്ങളും പറഞ്ഞിട്ട്. ഇവർ അശ്ലീല കണ്ടൻറ്റ്, നേക്കഡായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന സമയത്താണ് ഇവരിതൊക്കെ അയച്ചിട്ടുണ്ടാവുക ഇൻസ്റ്റാഗ്രാമിൽ നിന്നായിരിക്കും. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നമ്മളത് തപ്പുമ്പോൾ അത് കിട്ടില്ല. കാരണം വാനിഷ് മോഡിലായിരിക്കും അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക. നമ്മൾ പറയും കുട്ടി ആർക്കും ഒന്നും അയക്കണില്ല, നമുക്കറിയില്ല. ഫേസ്ബുക്ക് തലമുറയായിരിക്കും ചിലപ്പോൾ നമ്മൾ. അവർ ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ്, മറ്റുള്ള പുതിയ സാധനങ്ങളൊക്കെയാണ്. ഇതിലൊക്കെ വാനിഷ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അത് അവർക്കറിയാം, പാരൻസിന് അതറിയില്ല. അപ്പോൾ ഇതൊക്കെ അയച്ചിട്ടുണ്ടാവും. പിന്നീട് അവൻ ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. അപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾ ഭീഷണിപ്പെടുത്താൻ തുടങ്ങുമ്പോഴാണ്, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടൊക്കെ ഇങ്ങോട്ട് അയക്കുമ്പോഴാണ് കുട്ടി പാനിക്കാവുന്നതും പ്രശ്നമാവുന്നതും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതും. പിന്നെ ഡ്രഗിൻ്റെ കാര്യം പറഞ്ഞു. ഡ്രഗിലേക്ക് പോകുന്ന
കുട്ടികളും പാരൻറ്റിങ്ങിൻ്റെ ഇഷ്യൂ കൊണ്ടാണ്. സ്ട്രിക്റ്റ് പാരൻറ്റിൻ്റെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഡ്രഗിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട്. എനിക്ക് കേട്ടോ, മീൻസ് എനിക്ക് പേഴ്സണലി. കാരണം ഈ കുട്ടികൾക്ക് സ്ട്രിക്റ്റ് പാരൻ്റ് ആയതുകൊണ്ട് തന്നെ അവർ ചോദിക്കില്ല, പോക്കറ്റ് മണി ഒന്നും ചോദിക്കില്ല, കണ്ടറിഞ്ഞ് കൊടുക്കില്ല. എന്താണ് ആവശ്യം പറഞ്ഞാൽ മാത്രമേ കൊടുക്കുള്ളൂ. അങ്ങനെ ചെയ്യരുത്. കുട്ടികൾക്ക് ഇടയ്ക്ക് പോക്കറ്റ് മണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യിപ്പിച്ചിട്ടെങ്കിലും പൈസ കൊടുക്കണം. ഇല്ലെങ്കിൽ കുട്ടികൾ ഈ പൈസ ഉണ്ടാക്കുന്ന പണി നോക്കും. മനസ്സിലാവുണ്ടോ? അങ്ങനെയുള്ള കുട്ടികളാണ് ഡ്രഗ് സെല്ല് ചെയ്യാൻ പോകുന്നത്, ഡ്രഗ് ട്രാഫിക് ചെയ്യാൻ ഒക്കെ പോകുന്നത്. അവർ ഈസിലി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവരെ ഭീഷണിപ്പെടുത്തിയാലും ഇത് വീട്ടിൽ ചെന്ന് പറയൂല. വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അടിയിട്ടുള്ളതുകൊണ്ട് പറയില്ല, ഓപ്പൺ അപ്പ് ആവില്ല. സ്ട്രിക്റ്റും കുറച്ച് പിശുക്കും കൂടിയുള്ള പാരൻ്റ് ആണെങ്കിൽ പിന്നെ പറയും വേണ്ട. സ്നേഹം എക്സ്പ്രസ് ചെയ്യാനുള്ള എക്സ്പ്രസ് ചെയ്യുക, കുട്ടികളോട് സ്നേഹം പരമാവധി എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ പറയും ലാളിച്ച് വഷളാക്കുക, അങ്ങനെ ഒരു സാധനമില്ല. 10 വയസ്സ് വരെ അല്ലെങ്കിൽ 7 വയസ്സ് വരെ നിങ്ങൾക്ക് പരമാവധി ലാളിച്ചോ. അത് പണ്ട് പറയുന്നതാണ് ലാളിച്ച് വഷളാക്കുക. നമ്മൾ പറയും പെർമിസീവ് പാരൻറ്റിങ്. പെർമിസീവ് പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കുട്ടി പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. ഇതല്ല, ലാളനയും പരിഗണനയും അല്ലെങ്കിൽ സ്നേഹമൊക്കെ എത്രയാവാം കുട്ടിയുണ്ട്. അത് നെയ്യേറിയിട്ട് അപ്പം വെടക്കാവില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ലാളിക്കണം, പരമാവധി ലാളിക്കണം. സ്നേഹം കണ്ട് അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് കുട്ടികൾ വളരണം. എന്നാൽ കുട്ടി വേറൊരു സാധനത്തിലേക്കും പോകില്ല. പോയി കഴിഞ്ഞാലും അതിൻ്റെ നമ്മളോട് തുറന്നു പറയാനുള്ള അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ട് നമ്മോട് പറയും. അല്ലെങ്കിൽ നമ്മളോടുള്ള ആത്മാർത്ഥത കൊണ്ട് അത് ആ തെറ്റാവാൻ ചെയ്യൂല. നേരെ മറിച്ച് ചെയ്ത് കഴിഞ്ഞൊരു ഗിൽറ്റ് ഫീലിംഗ് വരുമ്പോഴെങ്കിലും നമ്മളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. തെറ്റ് പറ്റി എനിക്ക് ഗിൽറ്റ് ഫീലിംഗ് ഉള്ള കുട്ടികളെ കുറേ കാണാറുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് അമ്മ ഭയങ്കര സങ്കടമായിട്ട് അല്ലെങ്കിൽ അച്ഛൻ ഭയങ്കര സങ്കടമായിട്ട് അമ്മ വിളിക്കും, വേഗം കൊണ്ടുവരികയെന്ന് പറയും. അങ്ങനത്തെ കുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇരുത്തി നല്ലൊരു കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ, പാരൻസിന് ഒരുമിച്ച് ഒരു സെഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ക്ലിയറായി, ആ പ്രശ്നം അവിടെ തീർന്നു. മറ്റേ കുട്ടി പറയുന്നേ ഇല്ല, അത് ഉള്ളിലിട്ട് വളരുന്നു. അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ അവനിലും ഉണ്ടാവുന്നു. അവൻ നാട്ടിനും വീട്ടിനും പറ്റാത്തവനായി മാറും ചിലപ്പോൾ. അങ്ങനെ ആരെങ്കിലും ആവാതെ പോകുന്നുണ്ടെങ്കിൽ, സ്ട്രിക്റ്റ് പാരൻ്റ് കുട്ടി വലിയ മോശക്കാരനാവാതെ പോകുന്നുണ്ടെങ്കിൽ, ആ വീട്ടിൽ തന്നെ വേറെ ആരെങ്കിലും ഉണ്ടാവും കെയർ ചെയ്യാൻ. അല്ലെങ്കിൽ ഒരു പാരൻ്റ് കുറച്ച് ആയിട്ടുള്ള ആളുണ്ടാവും, അതല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും.